അനീഫ ഇന്നിപ്പോ നമ്മള് വീഡിയോ ഒന്നും എടുക്കണ്ട ഇങ്ങനെ നമ്മളെ പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മളെ നാട് ഭാഗങ്ങളൊക്കെ ആൾക്കാർ കണ്ടിരുന്നല്ല അതല്ലടാ ഇപ്പൊ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ സന്തോഷിക്കുക, ഒരു കോമഡി ഒക്കെ ചെയ്യുക. നമ്മളെ സഹോദരന്മാരും സഹോദരിമാരാണ് വയനാട്ടിൽ ദുരന്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആനന്ദിക്കരുത്, കാരണം നമുക്കൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റൂല, വിധിയാണ്. നമുക്ക് അവർക്ക് വേണ്ടിട്ട് തോരക്കുക, അള്ളാനോട് പറയാന്നല്ലാതെ ഒന്നും പറ്റൂല. കാരണം എനിക്ക് അത് നിനക്ക് വയനാട്ടിൽ നിന്ന് ഞാൻ ഈ കുഞ്ഞാപ്പൂവിന്റെ കഥാപാത്രം എടുത്തിട്ട് ഒരു താത്തയൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ അതിന്റെ ഫോണ് കേടുന്നിട്ട് ആ നമ്പറൊക്കെ ഫോണിലായിരുന്നു. ഒന്ന് വിളിച്ചു ചോദിക്കാൻ കൂടി പറ്റിയിട്ടില്ല. വയനാട് എവിടെയാന്ന് വയനാട്ടിട്ടൊന്നും അറിയില്ല. കാരണം ഈ സ്ഥലം എന്ന് പറഞ്ഞാല് ഞാൻ ഒരു മാസം മുന്നേ പോയതാണ്. കൽപ്പറ്റന്ന് 10 കിലോമീറ്റർ. എനിക്ക് കൽപ്പറ്റ മുണ്ടക്കായ എന്ന് പറഞ്ഞ സ്ഥലം. എനിക്ക് വയനാട് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാരും നമ്മളെ ഫാമിലി അടക്കം ടൂറ് പോയല്ലോ വയനാട്ടിൽ. അന്ന് തന്നെ അങ്ങോട്ട് പോയത്. എന്നെ വിളിച്ച്, പക്ഷെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റൂല. ഞാനോട് ചോദിച്ചു ട്രെയിൻ ഉണ്ടെങ്കിൽ വരാന്ന്. അപ്പൊ ഇജ്ജ് പറഞ്ഞു ട്രെയിനിങ് അവിടേക്ക് ആവുമ്പോ എന്നോട് പറയാന്ന് പറഞ്ഞു. നമ്മളൊരു കോമഡി ആയിട്ടല്ലേ പറഞ്ഞത്. കാരണം ഒരു നല്ലൊരു ഫാമിലിയാണ്. കുഞ്ഞാപ്പൂ എവിടെ സുഖാണോന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു വിളിക്കാൻ ഓരോ നമ്പറിൻ്റെ അടുത്ത് പോയി. കാരണം ഫോണ് കംപ്ലൈന്റ് ആയി. പിന്നെ വേറൊരു ഫോണിൽ നമ്പർ കിട്ടിയില്ല. പിന്നെ വീഡിയോ ഒരു കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് വിളിക്കണം. ഒക്കെ ഒരു മനസ്സമാധാനത്തിനാണ്. കാരണം വയനാട് കാരണം പല സ്ഥലങ്ങളുണ്ട് അല്ലേ? വയനാട് ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും അവിടെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ 1-ാം തീയതിയാണ്. എപ്പോഴും അവിടെ മഴ ചാറിക്കൊണ്ടിരിക്കുക. ഒന്ന് കാണാൻ വയ്യ. കാരണം ചെറിയ ചെറിയ പിള്ളേരും എല്ലാരും ഒരു സുപ്രഭാതത്തിലാണ്. ഇപ്പൊ ഞാൻ TV-യിൽ ഒരു വാർത്ത കണ്ടു. ഒരു ചേട്ടൻ കിടന്ന് കരയുന്നത് എന്താ വെച്ചാ അവർക്ക് ആ കുട്ടിയെ രക്ഷിക്കാനും കൂടി പറ്റില്ല. തൊട്ടടുത്ത് ഏട്ടാന്ന് വിളിച്ച് കരഞ്ഞത്ര. അയാൾക്ക് ഒരു നിവൃത്തിയില്ല, അതിനെ രക്ഷിക്കാൻ പറ്റില്ല. അതൊക്കെ എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞ ഞാനിപ്പോ ഇത് സ്നേഹിതന്മാര് ഈ അപകടങ്ങളൊക്കെ പറ്റിയ വീഡിയോ വിട്ടുതരും. പക്ഷെ ഞാൻ വാട്സപ്പിൽ കാണൂല, കാണാനുള്ള കരുത്തില്ല. അപ്പൊ ഞാനീ പറഞ്ഞ ഈ രക്ഷാപ്രവർത്തകരുണ്ടല്ലോ, അവരെ ഞാൻ സമ്മതിച്ചു. അവര് പാവങ്ങള് ഭക്ഷണം എല്ലാരും ഉണ്ട് കേട്ടോ, എല്ലാം മൊത്തം ജനങ്ങള്. രക്ഷാപ്രവർത്തകർ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാ, കാരണം അവരിപ്പോ ഒന്ന് നോക്കുമ്പോ ചിലപ്പോ ഡെഡ് ബോഡി ചിലപ്പോ കൈ മുറിഞ്ഞിട്ടും കാല് മുറിഞ്ഞിട്ടും വയറുതൊക്കെ ആയിട്ട് അവർ കാണുന്നത്. അതൊക്കെ അവരെടുത്തു കൊണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഒരിക്കലും പറ്റൂല. കാരണം ഒക്കെ അതിനുള്ള കരുത്തില്ല, ഒരു മനക്കരുത്ത് വേണം അതിനൊക്കെ. അപ്പൊ അവരൊക്കെ സമ്മതിക്കണം. പറയുമ്പോ ആൾക്കാർ വരും, അവർ ശമ്പളത്തിൽ നിർത്തിയാണ്. ശമ്പളം അല്ല അതിന് പ്രധാനം. കാരണം മനുഷ്യജീവന് വേണ്ടി അവർ ശമ്പളത്തിനൊന്നല്ല, അത് ജനങ്ങള് എല്ലാരും ഒന്നിച്ച് ഇറങ്ങണം. മിലിറ്ററിന്റെ ഇതുണ്ടല്ലോ. അപ്പൊ ആൾക്കാർ വിചാരം അങ്ങനെ ഉണ്ടാവും. പക്ഷെ അതല്ല, അവരെ മനക്കരുത്ത്, അവര് മഴയും വെയിലും കൊണ്ട് ഇതിന്റെ മുന്നേ നാടിന് വേണ്ടിട്ട് എല്ലാരും സജീവമായിട്ട് ഒപ്പം നിന്നിട്ടാ. ഞാൻ പറയട്ടെ, അർജുന് വേണ്ടിട്ട് കുറെ തെരഞ്ഞു. അവർക്ക് ഞാൻ അന്തം വിട്ടു. കാരണം ആ വെള്ളത്തിലെ ചൊയിലും ഇതിലൊക്കെ വേണ്ടിട്ട് ആ മഴത്തൊക്കെ എന്താ അവരൊക്കെ സമ്മതിക്കണം. നമ്മളൊന്നും ഒന്നല്ല നോക്കുമ്പോൾ അവർക്ക് നമ്മളെ ഒരു സലോട്ട്, ബിഗ് സലോട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് സന്തോഷിക്കുമ്പോ നമ്മള് എല്ലാം ദുഃഖത്തിൽ പങ്കുചേരണം. 2 ദിവസത്തിന് നമ്മൾ കുഞ്ഞാപ്പൂനും ഇമ്മാനൊന്നും കാണിക്കണില്ല. ഇതിപ്പോ നിങ്ങളുടെ എല്ലാവരും ലൈക്ക് കിട്ടാൻ വേണ്ടി പറയല്ല, ഞങ്ങളുടെ മനസ്സിലൊരു വേദന പറയാ. ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു മാസം മുന്നാണ്ട് പോയിരുന്നു എന്നുള്ളത്. അപ്പൊ അവിടുന്ന് എല്ലാ പേരും ഞാൻ അറിയണ്ടാവാത്തുള്ള. എനിക്ക് കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോ പിന്നെ എന്താണ് വയനാട് ബത്തേരിന്ന് കൽപ്പറ്റന്ന് 7 കിലോമീറ്റർ, 10 കിലോമീറ്റർ. പിന്നെ ബോച്ചന്റെ എസ്റ്റേറ്റ് ഉണ്ട്, അവിടുന്ന് ഒരു 8 കിലോമീറ്റർ. ഇപ്പൊ ഈ നടന്നോടത്ത് മുണ്ടക്കായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അവിടെ ഉണ്ട്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ ടൗണൂർ കുറ്റിപ്പുറം പൊന്നാനി എന്നല്ലാതെ ഞാൻ വേറെ ഒന്നും പോയിട്ടില്ല. ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം വയനാട് കാണാൻ. ഇവനക്ക് പിന്നെ വയനാട്ടിൽ ട്രെയിൻ ഉണ്ട് എന്നുള്ള ധാരണയിൽ അടക്കിയിരുന്നു. വയനാട്ടിൽ ട്രെയിൻ ഉണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ കുഞ്ഞാപ്പൂ ഞാനും ഒരാൾ തന്നെ ആണെങ്കിലും ഞാൻ അങ്ങനെ ഒരു പുറലോകമായിട്ട് ഒരു ടച്ചില്ലാത്ത ഒരാളാണ്. പക്ഷെ വയനാട്ടിലെ കാര്യമൊക്കെ ഭയങ്കര സങ്കടമാണ്. ഞാനിപ്പോ അധികം പറഞ്ഞിട്ട് ആരും ബോറടിപ്പിക്കുന്നില്ല. ഇനിയിപ്പോ പഠിച്ചാൽ അവിടുന്ന് ഇനി ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. അതന്നെയാണ് ആമീ. അതുകൊണ്ട് താൽക്കാലം ഇങ്ങനെയൊക്കെ പറയാൻ നിർത്തുന്ന വീഡിയോ, നല്ല നല്ല വീഡിയോ ഇപ്പോഴും മൊത്തത്തില് ഇനിയിപ്പോ ഇതൊന്നും മഴ ഇനിയും തുടരുമെന്നാണ് പറയണത്. വരുന്നുണ്ട് മഴ. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. അതിനാണ് എന്റെ കാലും ഒരു മുറിയായി. അപ്പൊ നിങ്ങളൊക്കെ ഞാൻ അറിയിട്ടുണ്ടല്ലോ, ഞാനൊരു പൊട്ടത്തരം ചെയ്ത് പറഞ്ഞല്ലോ. അതേമാതിരി പണ്ടത്തെ ആൾക്കാർ പറയണ ചൂടുകൂരൊക്കെ തുക്കി പൊട്ടിക്കും, അതേമാതിരി ചെയ്തതാണ്. പക്ഷെ ഒരു അപകടമായി മാറി കാലിനല്ലേ. അല്ല എല്ലാരും ശ്രദ്ധിക്കുക, അതൊക്കെ പറയാനുള്ളത്. ഇനി മഴ കെടുക്കാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ റെഡ് അലേർട്ടാണ് ഇപ്പൊ പിന്നെ കോഴിക്കോടും വയനാട് ജില്ലകളിലൊക്കെ, തൃശ്ശൂരൊക്കെ. നമ്മളെ മലപ്പുറത്ത് ഓറഞ്ച് ആണ്. എല്ലാവർക്കും നല്ലത് കൊടുക്കട്ടെ, മരിച്ചു പോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. ഇനി എന്താണ്
എന്താണ് ഏറ്റവും വലുത് എന്താ വെച്ചാൽ മരിച്ചവരെ ജീവിച്ചിരുന്ന എന്നുവെച്ചാല് 10 വീട്ടുകാരുള്ളതിൽ ഒരാള് 9 പോയിട്ട് ഒരാളൊക്കെ ബാക്കി. എന്താ ഒരു കുടുംബത്തില് അള്ളാഹു മറവി കൊടുക്കണം. 20 ആള് അങ്ങനെ ഉണക്കാത്ത മുറിപ്പാടുകൾ ഇല്ലാന്ന് പറയും. പക്ഷെ അതൊക്കെ വെറുതെ പറയും. എന്നാലും മനസ്സിന്റെ ആ വിങ്ങല് എന്നും വായിക്കും. കാരണം തങ്ങളുടെ ഒറ്റവരാണ് പോയിക്കുന്നത്. അപ്പൊ എന്തായാലും പടച്ചവനെ അവർക്ക് മറവി കൊടുക്കട്ടെ റബ്ബേ. അത് മാത്രം പറയണം. ഞാൻ ഇനി ഒന്നും അധികം സംസാരിക്കുന്നില്ല. ഓഫാക്കി കാണാം. എന്നായിക്കോട്ടെ എന്നാ.